നിങ്ങളുടെ ധർമ്മസല്ലാപത്തിന് ഒരു സല്ലാപവും ഇല്ല. ഞങ്ങൾ കുട്ടികളുടെ കാര്യം പറയായിരുന്നു. ചേട്ടന് ചായ വേണം? വേണം, ചൂട് ചായ വേണം, വിത്തൗട്ട് ഷുഗർ. എങ്കിൽ ഇപ്പൊ കൊണ്ടുവരാം. നിങ്ങളെ മക്കളുടെ കാര്യം പറയാണ് ഞാൻ വന്നത്. അവർക്ക് പ്രായം കൂടി വരികയല്ലേ, അവരെ എപ്പോഴെങ്കിലും തളച്ചിടും, അല്ലെങ്കിൽ ചരട് പൊട്ടിയ പട്ടം പോലെ നിയന്ത്രണം വിട്ടുപോകും. എന്റെ അഭിപ്രായത്തിൽ മൂത്തവന്റെ വിവാഹോടെ നടത്തണം. ലക്ഷങ്ങളുടെ ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനമല്ലേ നിങ്ങളുടേത്. അങ്ങനെ വിശ്വസിക്കുന്നതിനേക്കാൾ സ്വന്തം മകനെ അവർ സ്ഥാനത്തിരുത്തുന്നതാണ് നല്ലത്. നിങ്ങൾ എന്താ ഭാസ്കരനാരെ പറയുന്നത്? അവൻ പഠിക്കുന്നതിന് മറ്റൊരു പ്രൊഫഷനല്ലേ. മാത്രമല്ല എനിക്ക് അവനെ പറ്റി പല പ്രതീക്ഷകളുമുണ്ട്. വിശ്വം, ഇവിടെ പറയേണ്ട കാര്യങ്ങൾ എങ്ങനെ തുടങ്ങണമെന്ന് പല രീതിയിൽ ഞാൻ ആലോചിച്ചു നോക്കി. എല്ലാം തെറ്റി. ഇനി നേരിട്ട് പറയാം. നിങ്ങളുടെ മക്കളുടെ ചെറിയ കുസൃത്തരങ്ങൾ പലതും എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്. ഞാനത്ര കാര്യമാക്കില്ല. ആ പ്രായം കവിഞ്ഞു വന്നവരാണല്ലോ നമ്മളും. എന്നാൽ 2 ദിവസം മുമ്പ് ഒരു കേസ് സംബന്ധിച്ച് രാജുവിലെ കോളേജ് പ്രിൻസിപ്പൽ എന്റെ ഓഫീസിൽ വന്നിരുന്നു. പലതും സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ രാജുവിന്റെ കാര്യം അന്വേഷിച്ചു. അയാൾ എന്നോട് പറഞ്ഞത് എന്താ? അത് വിശ്വനാഥനെ അറിയിക്കാനും അറിയിക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. പറയൂ. രാജു ഈ വർഷം പരീക്ഷ എഴുതിയില്ല. 3 മാസം മുമ്പ് കോളേജിന് പുറത്താക്കി. എന്താ എന്താ ഭാസ്കരേട്ടാ? ഒന്നുമില്ല, ഇരിക്കൂ. രാജു, ഈ പരീക്ഷ എഴുതിയില്ലേ? ചില്ലറ സ്വഭാവ ദൂഷ്യങ്ങൾ നിനക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാലും പഠിപ്പിൽ മുടക്കം വരുത്തുമെന്ന് ഞാൻ ധരിച്ചില്ല. നിന്റെ അച്ഛനെ വഞ്ചിക്കുമെന്ന് ഞാൻ കരുതിയില്ല. മമ്മി, എനിക്ക് വിശക്കുന്നു. എന്താ ഇവിടെ എല്ലാവർക്കും ഒരു മ്ലാനത? വരൂ, ഇനിയെങ്കിലും വന്ന് ഊണ് കഴിക്ക്. എല്ലാരും നിങ്ങളെ കാത്തിരിക്കുകയാണ്. എനിക്ക് വേണ്ട. രാജു, ഈ കത്തിക്കരിഞ്ഞത് വെറുമൊരു കെട്ടിടത്തിന്റെ മിനിയേച്ചർ മാത്രമല്ല. നിന്റെ അച്ഛന് നിന്നെ കുറിച്ചുള്ള പ്രതീക്ഷകളായിരുന്നു. നിന്റെ ഭാവിയെക്കുറിച്ച് മാത്രം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എന്റെ മകനെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എന്ന ഖേദം എനിക്കുണ്ടായിരുന്നു. അത്രയും മകനെ സ്നേഹിച്ച ആ മനുഷ്യന്റെ കണ്ണുനീർ ഇന്ന് ഞാൻ കണ്ടു. അതിന് കാരണക്കാരനായ നിന്നോട് ഇന്നെനിക്ക് ആദ്യമായി വെറുപ്പ് തോന്നി.
എന്താണ് നോക്കി നിൽക്കുന്നത്? വിശക്കുന്നില്ലേ? ചെന്ന് കഴിക്ക്. നിന്നെയൊക്കെ ഊട്ടി വളർത്തിയതിന്റെ ശിക്ഷയാണ് ഈ അനുഭവിക്കുന്നത്.